A24ന്റെ ഏറ്റവും പുതിയ മൂവിയാണ് ബാക്ക് റൂംസ്. ഈ ഒരു മൂവി ഓൾറെഡി പുറത്തൊക്കെ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. ഇന്നാണ് ഇന്ത്യയിൽ റിലീസ് ആവുന്നത്. ഞാൻ പ്രീമിയർ ഷോ കണ്ടായിരുന്നു. സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ ഒരു സിനിമ കാണാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ A24 ആണ്. A24ന്റെ സിനിമയാണോ ഞാൻ ഡയറക്ടറും കാസ്റ്റും ട്രെയിലറും ടീസറും ഒന്നും കാണത്തില്ല. സിനിമ പോയി കാണും. കാരണം അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമാണ് A24 എന്ന് പറയുന്നത്. കാരണം അമ്മാതിരി കിടില സിനിമകളാണ് അവർ ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു സിനിമ കാണാൻ വേറൊരു റീസണും കൂടി ഉണ്ട്. ഇതിന്റെ ഒരു ബാക്ക് സ്റ്റോറി. ഈ ഒരു സിനിമയുടെ സ്റ്റോറി നടക്കുന്ന 2019 4chan എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. ലൈക്ക് ഫോട്ടോസ് ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട് അതിനെക്കുറിച്ചുള്ള ടോക്ക് ഒക്കെ വരുന്ന ഒരു വെബ്സൈറ്റ് ആണ്. അവിടെ റാൻഡം ആയിട്ട് ഒരു പോസ്റ്റ് വരുവാണ്, ഒരു ഓഫീസ് സ്പേസ് തോന്നിക്കുന്ന ഒരു ഫോട്ടോ. അവിടെ വിൻഡോ ഇല്ല, ഡോർ ഇല്ല, ഓഫീസ് ടേബിൾസോ ചെയർസോ ഒന്നും തന്നെ ഇല്ല. ജസ്റ്റ് ഒരു ഡിം യെല്ലോ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഓഫീസ് സ്പേസ്. ആദ്യം ഈ ഫോട്ടോ ഇങ്ങനെ പോസ്റ്റ് ആയപ്പോൾ ആൾക്കാരൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടുപോയി. പക്ഷെ പിന്നീട് അങ്ങോട്ട് പോകും തോറും പല ആൾക്കാർക്ക് ഈ ഒരു ഫോട്ടോ അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നി. പലവർക്കും ഇല്യൂഷൻസ് ക്രിയേറ്റ് ആയി, പലവർക്കും ഒരു ക്ലാസ്ട്രോഫോബിയ എഫക്ട് ക്രിയേറ്റ് ആയി. അങ്ങനെ ഈ ഒരു ഫോട്ടോനെ വെച്ച് ഒരുപാട് സ്റ്റോറീസ്, പല കോൺസ്പിറസി തിയറീസ്, പല ആൾക്കാർ പല അവരുടേതായിട്ടുള്ള സ്റ്റോറീസ് ബിൽഡ് ചെയ്യാൻ തുടങ്ങി. പല സീക്രട്സും പല മിഷൻസ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തിയറീസ്, ഒന്നും രണ്ടും അല്ല, ഒരുപാട് ആൾക്കാർ ഈ ഒരു ഫോട്ടോനെ വെച്ച് ഒരുപാട് തിയറീസ് റിലീസ് ചെയ്യാൻ തുടങ്ങി. അവിടെ ഏലിയൻസ് ഉണ്ട്, അവിടെ ക്രീച്ചേഴ്സ് ഉണ്ട്, അവിടെ പോയ മരിച്ചു ആരും തിരിച്ചു വരത്തില്ല, ആരോ എവിടെയോ പോസ്റ്റ് ചെയ്തൊരു ഫോട്ടോ, അതിനെ വെച്ച് ഓൺലൈനിൽ പല തിയറീസ് റിലീസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പല ആൾക്കാരും പല തിയറീസ് ഒക്കെ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഒരു പയ്യൻ ആ ഒരു ഫോട്ടോനെ റിയാലിറ്റി ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് മാറ്റി. അതായത് നമ്മൾ ശരിക്കും കണ്ടാൽ നമ്മൾ അവിടെ ഒരു വീഡിയോ എടുത്ത പോലെ തോന്നിപ്പോ. അങ്ങനെ അത്ര അടിപൊളിയായിട്ട് അവൻ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ബ്ലെൻഡറിൽ. അതൊരു ആൾക്കാർ ഒരു ഫോട്ടോ വെച്ച് മാത്രമാണ് ഇങ്ങനെ തിയറീസ് റിലീസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു പയ്യൻ ഈ ഫോട്ടോനെ റെഫറൻസ് ആയിട്ട് വെച്ചിട്ട് അതേ കളറിങ്, അതേ ലൈറ്റിംഗ് ഉള്ള ഒരു റൂം പോലെ, അതായത് ഒരു മെയ്സ് പോലെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തു. അതിന്റെ അകത്ത് ഒരാൾ ട്രാപ്പ് ആയി പോകുന്ന പോലെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തു, പോസ്റ്റ് ചെയ്തു യൂട്യൂബിൽ. ആ വീഡിയോ എപ്പോഴും ഉണ്ട്. സോ പിന്നീട് അവൻ അതേ കോൺസെപ്റ്റ് വെച്ചിട്ട് ഒരുപാട് വീഡിയോസ് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അതെല്ലാം ട്രെൻഡിങ് ആണ്. അവിടെ നിന്നാണ് ഇതിന്റെ ഒരു ടേണിംഗ് പോയിന്റ് വരുന്നത്. കാരണം അതുവരെ ആൾക്കാർ ഫോട്ടോ മാത്രം കണ്ടിട്ടുള്ള സംഭവത്തിന് ഇവൻ വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം. വീഡിയോ എന്ന് പറഞ്ഞാൽ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട്, അതായത് ഒരാൾ അവിടെ ട്രാപ്പായി പോയി അയാൾ വീഡിയോ എടുത്ത പോലെ, അല്ലെങ്കിൽ അവിടെ ഒരാൾ നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും. അങ്ങനത്തെ ഒരു രീതിക്കാണ് വീഡിയോ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അവിടെ ഒരുപാട് പുതിയ കോൺസ്പിറസി തിയറീസും മിഷൻസും ഏലിയൻസും അങ്ങനെ അവനതായിട്ടുള്ള സ്റ്റൈല്, അവനതായിട്ടുള്ള തിയറീസിൽ അവൻ ഒരു വീഡിയോ തന്നെ ക്രിയേറ്റ് ചെയ്തു. അത് ഭയങ്കര ട്രെൻഡിങ് ആയി. അങ്ങനെ ആ വീഡിയോസ് ഒക്കെ A24 കണ്ടു. പിന്നീട് പറയേണ്ട കാര്യമില്ലല്ലോ, A24 പറഞ്ഞു മോനെ വാ നമുക്ക് സിനിമ ചെയ്യാന്ന്. ഈ ഒരു വീഡിയോയും കോൺസെപ്റ്റ് ഒക്കെ ചെയ്ത കെയിൻ പേഴ്സൺ തന്നെയാണ് ഈ സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു മൂവിയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഏകദേശം 10 to 15 കോടിയിലകത്താണ്. ആൻഡ് സിനിമ കളക്ട് ചെയ്തിരിക്കുന്ന 1000 കോടി പ്ലസ് ആണ്. നമ്മുടെ ഒബ്സഷൻ പോലെ തന്നെയാണ്, ചെറിയൊരു ബഡ്ജറ്റിൽ വന്നിട്ട് വലിയൊരു കളക്ഷൻ കിട്ടിയ സിനിമയാണ്. ആൻഡ് ഈ ഒരു സിനിമ ഇപ്പോഴും സ്റ്റിൽ റണ്ണിംഗ് ആണ്. 1000 കോടിയൊക്കെ കഴിഞ്ഞു. വലിയ സിനിമകളുടെയും വലിയ പ്രൊഡക്ഷൻ ഹൗസിന്റെ ഒക്കെ ഒരു മൂവിയുടെ ബഡ്ജറ്റ് ആണ് ഈ സിനിമ ഇപ്പോൾ കളക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനത്തെ ഒരു ട്രെൻഡിങ്ങിൽ നിൽക്കുകയാണ് നമ്മൾ ഒബ്സഷൻ പോലെ. സോ ഇതാണ് ഈ ഒരു സിനിമയുടെ ബാക്കിലുള്ള ഒരു ബാക്ക് സ്റ്റോറി. ഇത് കേട്ടപ്പോഴാണ് ഞാൻ ഭയങ്കര ത്രില്ലായത്. ലൈക്ക് ഒരു ഫോട്ടോ എന്ന്, അതായത് ഒരുപാട് ആൾക്കാർ ലോകം ഫുൾ ഇങ്ങനെ പല തിയറീസ് അടിച്ചിറക്കിയ ഒരു ഫോട്ടോ എന്ന ഒരു പയ്യൻ അവൻ്റെതായിട്ടുള്ള പുതിയ തിയറീസിൽ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഒരു കോൺസെപ്റ്റ് ട്രെൻഡിങ് ആണോ, അവൻ ആ ഒരു കോൺസെപ്റ്റ് വെച്ച് പല വീഡിയോസ് പിന്നീട് ചെയ്യുന്നു. അത് പിന്നീട് A24 കാണുന്നു, അത് പിന്നീട് ഒരു സിനിമയാകുന്നു. എനിക്ക് തോന്നുന്നു A24ന്റെ പ്രൊഡക്ഷൻ ഹൗസിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഡയറക്ടർ എന്ന് പറയുന്ന ഈ സിനിമയുടെ ഡയറക്ടറാണ്. കെയ്ൻ എന്നാണ് അവന്റെ പേര്. ഒരുപാട് തിയറീസ് ഉണ്ട്. ജസ്റ്റ് നിങ്ങൾ ഈ ബാക്ക് റൂംസ് അടിച്ച് കയറിയ പല ഗെയിംസും പല വെർഷൻസും പല തിയറീസും അങ്ങനെ ഒരുപാടുണ്ട്. പക്ഷെ ഇവന്റേതായിട്ടുള്ള യുണീക് സ്റ്റോറി, ഒരു യുണീക് സീരീസിൽ വന്നപ്പോൾ അത് ഭയങ്കര ട്രെൻഡായി. ആൻഡ് നമ്മൾ ഇന്ന് കാണുന്ന സിനിമ വരെ എത്തി നിൽക്കുവാണ്. ആൻഡ് സിനിമയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നല്ലൊരു അടിപൊളി സിനിമയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു സിനിമ സംസാരിക്കുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്, അത് ഭയങ്കര യുണീക്ക് ആണ്. ലൈക്ക് ഓരോ മനുഷ്യർക്കും അവരുടെ മനസ്സിൽ പല രീതിയിലുള്ള ട്രോമാസ് ഉണ്ട്. സോ ആ ഒരു എലമെന്റ് ഭയങ്കര നൈസായിട്ടാണ് സിനിമയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദിസ് മൂവി ഇസ് നോട്ട് എവരിവൺസ് കപ്പ് ഓഫ് ടീ. അങ്ങനെ പറയാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മൂവിക്ക് ഒരു ബേസിക് കണ്ടന്റ് ഉണ്ട്, ഒരു കോർ ഉണ്ട്. ആ ഒരു കാര്യം കണക്ട് ആയ പിന്നീട് സിനിമയിൽ വരുന്ന ഇവന്റ്സ് ആയാലും ക്യാരക്ടേഴ്സ് ആയാലും സിറ്റുവേഷൻസ് ആയാലും ഭയങ്കര ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. അത് കണക്ട് ആയിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നീട് അങ്ങോട്ട് ക്വസ്റ്റ്യൻസ് മാത്രമേ കാണത്തുള്ളൂ. അങ്ങനത്തെ ഒരു സ്റ്റൈലാണ് സിനിമ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സിനിമയുടെ ജോണർ എന്ന് പറയുന്ന ഒരു സൈഫൈ ഹൊറർ ആണ്. സൈഫൈ എലമെന്റ്സും ഹൊറർ എലമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു ഹൊറർ എലമെന്റ്സ് അല്ല സിനിമയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ജംസ്കേഴ്സോ ഗോസ്റ്റോ അങ്ങനെയൊന്നുമല്ല. ഈ ഒരു സിനിമ മെയിൻലി ഹൈലൈറ്റ് എന്ന് പറയുന്നത് ലിമിനൽ സ്പേസ് എന്ന് പറയുന്ന എഫക്റ്റ് ആണ്. അതെന്താന്ന് വെച്ചാൽ ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള സ്പേസ് പെട്ടെന്ന് ഒരു ടൈം നോക്കുമ്പോൾ ഭയങ്കര സൈലൻസ് ആയിട്ട് നിങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ, വേറെ ആരും തന്നെ ഇല്ല. ആ ഒരു സ്പേസ് ഇങ്ങനെ കാലിയായിട്ട് കിടക്കുവാണ്. അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു സൈലൻസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ അവിടുത്തെ ഒരു ക്ലാസ്ട്രോബിക് എഫക്ട് ഉണ്ടല്ലോ, അവിടുത്തെ ഒരു പേടി ഉണ്ടല്ലോ അവിടെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനെ വെച്ചിട്ടാണ് സിനിമ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ഈ ഒരു സിനിമയിൽ സംസാരിച്ചിരിക്കുന്ന എലമെന്റ്സ് നമുക്ക് ഭയങ്കര ഇതിലെല്ലാം കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനത്തെ ഒരു പ്രസന്റേഷനാണ് സിനിമ വന്നിരിക്കുന്നത്. എസ്പെഷ്യലി എടുത്തു പറയുകയാണെങ്കിൽ ആ സൗണ്ട് എഫക്ട്സ്, വിഷ്വലും ചില സമയത്തൊക്കെ നമുക്കൊരു ഫീൽ കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആ ഒരു പേടി വരും, ആ ഒരു സ്പേസിന്റെ അകത്ത് ട്രാപ്പായി പോകുന്ന പോലെ. അങ്ങനത്തെ രീതിയിലാണ് ഇതിന്റെ പ്രസന്റേഷൻ വന്നിരിക്കുന്നത്. ആൻഡ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, ക്ലർക്ക് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. പുള്ളിക്കാരന്റെ ഫർണിച്ചർ ഷോപ്പിന്റെ ബേസ്മെന്റിൽ താൻ ഒരു പുതിയ സ്പേസ് കണ്ടുപിടിക്കുകയാണ്, ഒരു ബാക്ക് റൂം. അതായത് ഒരു വാളിന്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ താൻ പുതിയൊരു സ്പേസിലോട്ട് പോവാണ്. സോ അവിടെ ട്രാപ്പായി പോകുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർക്ക് ഓൾറെഡി കുറച്ച് ട്രോമാസ് ഒക്കെ ഉണ്ട്. ആൻഡ് ഈ ഒരു സ്പേസിലും പല രീതിയിലുള്ള സൂപ്പർ നാച്ചുറൽ ആയിട്ടും പല രീതിയിലുള്ള ഇവന്റ്സ് ഒക്കെ ഉണ്ട്. സോ ആ ഒരു കാര്യങ്ങളും ഇവരുടെ ട്രോമാസും അത് മിക്സ് ആയിട്ടുള്ള പിന്നീട് ഇവർ ഫേസ് ചെയ്യുന്ന ഇവന്റ്സ് ഒക്കെയാണ് സിനിമ സംസാരിച്ചിരിക്കുന്നത്. ഈ ഒരു സിനിമ മെയിൻലി ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു എലമെന്റ് ഉണ്ട്. ആ ഒരു എലമെന്റ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് അത് അടിപൊളിയായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ആ ഒരു എലമെന്റും അവിടുത്തെ ഇവന്റ്സും സിറ്റുവേഷൻസും ക്യാരക്ടേഴ്സും ആ ഒരു ഫേസ് ചെയ്യുന്ന ഇവന്റ്സും അവരെങ്ങനെ അവിടെ നിന്ന് ആ ഒരു ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടും, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നല്ല അടിപൊളിയായിട്ടാണ് സിനിമ സംസാരിച്ച് പോയിരിക്കുന്നത്. ആൻഡ്
ഇതൊരു A24 സിനിമയാണ്. അതൊന്നും കൂടി ഞാൻ എടുത്തു പറയാം. ലീനിയർ ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിങ്ങോ അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ടെംപ്ലേറ്റ് ഒന്നും അല്ല. ഈ സിനിമയുടെ സബ്ജക്റ്റും അല്ലെങ്കിൽ സിനിമ സംസാരിക്കുന്ന ഒരു ബേസിക് കോറൊക്കെ കണക്ട് ആവാൻ ഒന്ന് ടൈം എടുക്കും. കണക്ട് ആയി കിട്ടിയാൽ പിന്നീട് അങ്ങോട്ട് വേറെ ലെവലാണ്. അത് കണക്ട് ആവാൻ കുറച്ച് പാടാണ്. ഒരു പോയിന്റ് വരെ സിനിമ വേറൊരു ജോണറാണ് സംസാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ആ ഒരു പോയിന്റിലോട്ട് എത്തുന്നത്. ആൻഡ് ഈ സിനിമയുടെ ഒരു പ്രസന്റേഷൻ സ്റ്റൈൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് ഫസ്റ്റ് ഹാഫിൽ സിനിമ ഭയങ്കര എൻഗേജിംഗ് ആയിട്ട് ആ ഒരു സൈഫൈ ഹൊറർ എന്ന എലമെന്റ് നല്ല രീതിക്ക് തന്നെ പ്ലേസ് ചെയ്യുന്നുണ്ട്. സിനിമ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ഫസ്റ്റ് ഹാഫ് ഫുള്ളും ഭയങ്കര എൻഗേജിംഗ് ആണ്. പക്ഷെ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ ആ ഒരു എൻഗേജിംഗ് എലമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിലും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ സംസാരിച്ചാണ് പോകുന്നത്. അതായത് ഫസ്റ്റ് ഹാഫിൽ പറഞ്ഞിരുന്ന ഒരുപാട് കാര്യങ്ങളുടെ ആൻസേഴ്സും അതിന്റെ സൊല്യൂഷൻസും അതിന്റെ റീസൺസ് ഒക്കെയാണ് സെക്കൻഡ് ഹാഫിൽ സംസാരിക്കുന്നത്. അതൊക്കെ അടിപൊളിയായിരുന്നു. ആൻഡ് ഈ ഒരു സിനിമയിൽ നമ്മൾ ഫുൾ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു യെല്ലോ റൂമാണ്. അതിന്റെ ഒരു എക്സിക്യൂഷൻ നൈസ് ആയിരുന്നു. എസ്പെഷ്യലി എടുത്തു പറയുകയാണെങ്കിൽ തന്നെ അതിന്റെ ഒരു കളറിങ്ങും ലൈറ്റിങ്ങും ആ ഒരു ഓരോ റൂംസിനകത്തുള്ള റൂംസും അതിന്റെ കോറിഡോഴ്സും അല്ലെങ്കിൽ ആ ഒരു സൗണ്ട് എഫക്ട്സും വിഷ്വൽസും അതൊക്കെ ഭയങ്കര നൈസ് ആയിരുന്നു. എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ചില സമയത്ത് അതിന് ട്രാപ്പായി പോലെ ഒരു ഫീൽ കിട്ടും. ലൈക്ക് ഓൾറെഡി ആ ഒരു ലിമിനൽ സ്പേസ് എന്ന എഫക്റ്റും ആ ഒരു ക്ലാസ്ട്രോഫോബി എഫക്റ്റ് ഒക്കെ ഉണ്ട്. ആൻഡ് നമ്മുടെ ഉള്ളിൽ തന്നെ പല രീതിയിലുള്ള ട്രോമാസ് ഒക്കെ ഉണ്ട്. സോ നമ്മൾ ആ ഒരു സ്പേസിന്റെ അകത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് പല രീതിയിലാണ് ഇത് കണക്ട് ആവുന്നത്. എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കത്തില്ല. ഇപ്പം എനിക്ക് കണക്ട് ആയത പോലെ ആയിരിക്കത്തില്ല നിങ്ങൾക്ക്. കാരണം വേറൊന്നും കൊണ്ടല്ല, എന്റെ ഉള്ളിലുള്ള ആ ഒരു ട്രോമ അല്ലെങ്കിൽ എന്റെ പേടി എന്ന് പറയുന്നത് നിങ്ങളിൽ നിന്ന് ഡിഫറന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ പല രീതിക്കായിരിക്കും പലവർക്കും ഈ സിനിമയുടെ കോൺസെപ്റ്റ് വർക്ക് ആവുന്നത്. ആൻഡ് ഈ ഒരു സിനിമയിൽ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട മറ്റൊരു കാര്യം പെർഫോമൻസ് ആണ്. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിൽ മെയിൻലി കാണിക്കുന്ന രണ്ട് ക്യാരക്ടേഴ്സ് ആണ്. ഒന്ന് ചുവൽട്ടലിന്റെയും ഒന്ന് റൈനറ്റിയുടെ രണ്ട് ക്യാരക്ടറാണ്, ക്ലർക്ക് എന്നും മാരി എന്ന് പറയുന്നത്. സോ രണ്ടുപേരുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. ആൻഡ് മൂവിയുടെ ടെക്നിക്കൽ സൈഡ് നോക്കുവാണെങ്കിൽ ടോപ്പ് നോച്ച് ആണ്. അതിലും എസ്പെഷ്യലി എടുത്തു പറയേണ്ട സൗണ്ട് എഫക്ട്സ് ഒരു രക്ഷയില്ല. ചില വിഷ്വൽസിൽ ഒന്നും കാണത്തില്ല, പക്ഷേ സൗണ്ട് എഫക്ട്സ് വെച്ചിട്ട് നമുക്ക് തരുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ സൗണ്ട് എഫക്ട്സ് അടിപൊളിയാണ്. സ്റ്റാർട്ടിംഗ് സ്റ്റേജ് തൊട്ട് ആ സിനിമയുടെ എൻഡ് വരെയുള്ള സൗണ്ട് എഫക്ട്സ് ഒരു രക്ഷയില്ല. ആൻഡ് ഈ ഒരു സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ സിനിമയിൽ പ്രതിനിധീകരിക്കുന്ന ഒരു എലമെന്റ് ആണ്. ആ ഒരു എലമെന്റ് എത്രയൊക്കെ പെട്ടെന്ന് കണക്ട് ആവുന്ന എനിക്ക് അറിയത്തില്ല. കണക്ട് ആയി കഴിഞ്ഞാലുണ്ടല്ലോ മോനെ വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ്. ആ ഒരു എലമെന്റിനെ വെച്ചിട്ടാണ് സിനിമ പിന്നീട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓവറോൾ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് സിനിമ സമ്മാനിച്ചത്. A24 സിനിമയാണ്, അതുകൊണ്ട് തന്നെ ഒരു ഡിഫറന്റ് ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ് അപ്രോച്ച് ആണ്. ആ ഒരു കാര്യം മനസ്സിൽ വെച്ചാൽ മതി. A24 പടമാണ്, അത്രേ ഉള്ളൂ. സോ എന്തായാലും കണ്ടു നോക്കുക. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.